കഴിഞ്ഞ ദിവസം കോഴിക്കോട് നഗരത്തിൽ നടന്ന മറ്റൊരു സമ്മേളനം എന്ന് പറയാൻ കാരണം അതിനു മുമ്പത്തെ ആഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ കോഴിക്കോട് വരികയുണ്ടായി. വലിയ തോതിലുള്ളതായ കവറിങ്ങോടുകൂടിയാണ് കവറേജ് കിട്ടിയതായ ഒരു സമ്മേളനമായിരുന്നു. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. പിന്നീട് യാദൃശ്യമാണോന്ന് അറിയില്ല, പോപ്പുലർ ഫ്രണ്ടിന്റെ സമ്മേളനമാണ് കോഴിക്കോട് വെച്ച് നടന്നത്. വലിയ ആൾക്കൂട്ടമുണ്ടായിരുന്നു, യുവാക്കളുടെ വലിയ സാന്നിധ്യമുണ്ടായിരുന്നു. അതിന്റെ കവറേജിനെ പറ്റി പറയുകയാണെങ്കിൽ ആ കാര്യം മലയാള മനോരമ അടക്കമുള്ള പത്രങ്ങൾ വലിയ തോതിൽ മനോരമ അതിന്റെ കയ്യിലുണ്ട്. അതിൽ ഏതാണ്ട് 1, 2, 3, 4, 5 കോളത്തിലുള്ള ഫോട്ടോ പ്രസംഗങ്ങൾ, ഭയം വളർത്തുന്ന രാഷ്ട്രീയം വലിച്ചെറിയാൻ തയ്യാറാകണം അതിന്റെ നേതാവിന്റെ പ്രസംഗം. ഈ ഒരു സംഭവം മാതൃഭൂമി ദിനപത്രം ഒരു വരിയിൽ പോലും കൊടുത്തില്ല എന്നുള്ളതാണ്. ഇതൊരു ശരിയായ രീതിയാണോ? മാതൃഭൂമി മാത്രം വാങ്ങുന്നതായ ഒരുപാട് വീട്ടമ്മമാർ, അങ്ങനെ കോഴിക്കോട് പിന്നെ ആൾക്കൂട്ടം എന്താണെന്ന് ചോദിച്ചാൽ പത്രവരെന്താ മറുപടി പറയാം? ഒരു നമുക്ക് വെറുപ്പുള്ളതായ, നമുക്ക് എതിർപ്പുള്ളതായ ഒരു വിഭാഗത്തിനെ പൂർണ്ണമായും തമസ്കരിക്കുക എന്നതാവാൻ പറ്റുമോ? നമ്മൾ ബിറ്റ്വീൻ ദ ലൈൻസ് എന്നതിന്റെ പ്രസക്തിയെ സംബന്ധിച്ച് ഞാൻ ഇടക്കിടക്ക് എടുത്തു പറയാറുണ്ട്. അപ്പൊ നരേന്ദ്രമോദി കേരളത്തിൽ കോഴിക്കോട് വന്ന് പ്രസംഗിച്ചപ്പോൾ അതിനെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ കോളം തുടങ്ങിയത് തന്നെ. അന്നത്തെ വാർത്ത, അദ്ദേഹം നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. നമുക്ക് അദ്ദേഹത്തിനോട് ഒരുപക്ഷെ 100% വിയോജിപ്പുണ്ടാവാം. പക്ഷെ നമ്മൾ അദ്ദേഹത്തിന്റെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലക്ക് അദ്ദേഹത്തെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അഭിനന്ദിക്കുന്നു. ഇന്ത്യയുടെ ഈ സമീപകാലത്തെ സംഭവത്തിൽ അദ്ദേഹം ചെയ്ത ചില പ്രവർത്തനങ്ങൾ ശ്ലാഘിക്കുന്നു. ഇത് എന്തുകൊണ്ട്? നമ്മളെല്ലാവരും കൂടി പിന്നെ ഇവരുടെ ഗർവാപ്പസി കണ്ട് പേടിച്ച് അവരുടെ മതത്തിലേക്ക് മടങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ടോ? ആന കുത്തിയാലും വീഴില്ല എന്ന് പറഞ്ഞ മാതിരി നമ്മുടെ വിശ്വാസത്തിൽ നരേന്ദ്രമോദിയല്ല മറ്റേ ആഫ്രിക്കൻ കാടുകളിലെ മുഴുവൻ വനാന്തരങ്ങളിലെയും ആനകൾ വന്ന് കുത്തിയാൽ പോലും വിശ്വാസത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന പ്രശ്നമില്ല. പക്ഷെ പരസ്പരമുള്ള മര്യാദകൾ, ബഹുമാനങ്ങൾ അത് വേറെ തന്നെ. ആ അർത്ഥത്തിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന, ആ സംഘടനയുടെ പിന്നിൽ ആളുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ അവർ കോഴിക്കോട്ട് വന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. എനിക്കത് ആ അർത്ഥത്തിൽ അതിനെ അവതരിപ്പിക്കൽ ലക്ഷ്യമല്ല. ഞാൻ പറയുന്നത് ആ വാർത്ത പൂർണ്ണമായും തമസ്കരിച്ചത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന പത്രപ്രവർത്തന രീതിയല്ല. വിയോജിപ്പുണ്ടെങ്കിൽ മുഖപ്രസംഗം എഴുതട്ടെ, വാർത്തയാണ് ആരുടേതായാലും. അന്നത്തെ ആ സമ്മേളനത്തിൽ ഞാൻ ഇത്രത്തോളം പറയാനുള്ളതായ കാരണം, അന്ന് അവിടെ വന്നതിൽ നമ്മളെ സക്കിയ ജിഫ്രി എന്ന് പറയുന്നതായ കോൺഗ്രസിന്റെ 20 വർഷക്കാലത്തെ MP, ആ MPയുടെ ഭാര്യ ഏതാണ്ട് 80-85 വീൽ ചെയറിലാണ് അവർ സഞ്ചരിക്കുന്നത്. അവരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. അപ്പൊ അവരോട് ഇന്ററാക്ഷൻ ചെയ്യാനുള്ളതായ അവസരം കിട്ടിയപ്പോൾ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. അവരന്ന് അവിടെ നടത്തിയതായ പ്രസംഗം സക്കിയ ജഫരിയെ പോലുള്ളതായ ഒരാൾ സ്വന്തം കൺമുമ്പിൽ വെച്ച് ഭർത്താവ്, അതായത് പറയുന്നതായ ജഫരി, കോൺഗ്രസ് MP, അദ്ദേഹം അവിടെ ആ സംഭവത്തെ കൈകാര്യം ചെയ്ത രീതിയും അവസാനം വന്നു ഭവിച്ചതായ അന്ത്യവും ഇവർ പറയുന്നത് അനുസരിച്ച് രാവിലെ 9 മണി മുതൽക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വാജ്പേയി അടക്കം കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി അടക്കം ബന്ധപ്പെടുകയും ഇദ്ദേഹത്തെ ജഫ്രിയെ മാത്രമാണെങ്കിൽ രക്ഷിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥൻ ചെല്ലുകയും ഞാൻ മാത്രം എന്റെ ജീവനുമായി അല്ലെങ്കിൽ എന്റെ കുടുംബത്തെയും കൊണ്ട് രക്ഷപ്പെട്ടു ഓടുന്നത് ശരിയല്ല, ഇവിടെ 100 ആളുകൾ ഇവിടെ കുടുങ്ങിയിട്ടുണ്ട്, അവരുടെ ജീവൻ കൂടി രക്ഷ നൽകണം അവർക്ക് കൂടി എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ട ത്യാഗം ചെയ്ത് ജീവൻ ത്യജിച്ചതായ വ്യക്തിയായി ഇദ്ദേഹം. അതിനെ സംബന്ധിച്ച് അവരുടെ ഭാര്യ ഇവിടെ നിന്ന് പറയുമ്പോൾ ഒരക്ഷരം അത് സംബന്ധമായി കൊടുക്കാതിരിക്കുക എന്നത് എന്ത് തരത്തിലുള്ളതായ പത്രപ്രവർത്തനമാണ്? അന്നേ അവരിവിടെ വന്ന് പറഞ്ഞതായ ആ റിപ്പോർട്ട്, സംഘപരിവാര രാഷ്ട്രീയത്തിനെതിരെ കേരളത്തിൽ നടക്കുന്ന വലിയ പ്രതിഷേധത്തിന്റെ അഭിമാനം തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സക്കിയ ജഫ്രി തുടങ്ങുന്നത്. അവർ പറയാ, 2002 ഫെബ്രുവരി 28 സർക്കാരിന്റെയും പോലീസിന്റെയും സഹകരണത്തോടെയാണ് ഗുജറാത്തിൽ കൂട്ടക്കൊല അരങ്ങേറിയത്. അക്രമികളുടെ കയ്യിൽ തൃശൂലവും മറ്റ് ആയുധങ്ങളും ബിസ്ക്കറ്റ് ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കളും വെള്ളവും ഉണ്ടായിരുന്നു. ഇത് അവർ നേരത്തെ ആസൂത്രണം ചെയ്താണ് വന്നതെന്നതിന് തെളിവാണ്. എന്റെ ഭർത്താവ് എഹ്സാൻ ജഫ്രിയെ അറിയാത്തവരെ അവിടെ ആരുമില്ല. അടിയന്തരാവസ്ഥാ കാലം മുതൽ 20 വർഷം അദ്ദേഹം MP ആയിരുന്നു. അക്രമികൾ എത്തിയപ്പോൾ സോണിയാഗാന്ധിയെയും വാജ്പേയിയെയും അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയെയും DGP PC പാണ്ഡെയും എല്ലാം അദ്ദേഹം ഫോണിൽ വിളിച്ചു. യോഗത്തിലാണെന്നായിരുന്നു വാജ്പേയിയുടെ മറുപടി. എന്നാൽ നീ ഇനിയും ചത്തില്ലേ എന്നാണ് മോദി ചോദിച്ചതെന്നും സക്കിയ ജഫ്രി പറഞ്ഞു. കോൺഗ്രസ് ഉൾപ്പെടെ ഒരു രാഷ്ട്രീയ പാർട്ടിയും സഹായത്തിന് വന്നില്ല. ടീറ്റാ സെറ്റിൽവാദ് അടക്കമുള്ള NGOകളാണ് തങ്ങളുടെ സഹായത്തിനെത്തിയത്. കലാപത്തിന് ശേഷം ഗുജറാത്തിലെത്തിയ സോണിയാഗാന്ധി തങ്ങളെ സന്ദർശിക്കാൻ പോലും തയ്യാറായില്ല.
ജഫരി തോക്കെടുത്ത് വെടിവെച്ചു എന്നത് കള്ളമാണ്. ജഫരി തോക്ക് എടുത്ത് വെടിവെച്ചത് കൊണ്ടാണ് അവിടെ കലാപം നടന്നത് എന്നാണ് ഇവർ നേരത്തെ സുപ്രീം കോടതി പറഞ്ഞത്. അതിനവർ നിഷേധിക്കാം. 10 വർഷമായി ഉപയോഗിക്കാത്ത തോക്കാണ് അവിടെ ഉണ്ടായിരുന്നത്. 5 വർഷമായി ലൈസൻസ് പുതുക്കിയിരുന്നില്ല. ഇക്കാര്യങ്ങൾ സുപ്രീം കോടതിയിൽ തെളിയിച്ചതാണ്. അക്രമം നടക്കുന്നതിനിടെ അവിടെ എത്തിയ DGP താൻ വാൻ കൊടുത്തേക്കാമെന്നും നിങ്ങൾ അതിൽ കയറി രക്ഷപ്പെട്ടോളൂ എന്നും പറഞ്ഞിരുന്നു. എന്നാൽ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ എല്ലാവരെയും രക്ഷപ്പെടുത്തണം, ആളുകളെ കലാപത്തിന് വിട്ടുകൊടുത്ത് എനിക്ക് രക്ഷപ്പെടേണ്ട എന്ന് DGPയോട് മറുപടി പറയുകയായിരുന്നു ജഫരി. പണം തരാമെന്ന് പറഞ്ഞ് പണം എടുത്തു കൊടുത്തപ്പോൾ കലാപകാരികൾ പലരും പിരിഞ്ഞുപോയി. 3 മണിയോടെയായിരുന്നു അത്. എന്നാൽ പിന്നീട് 5 മണിയോടെ അവർ തിരികെ എത്തി വീടിന് തീ കൊളുത്തുകയായിരുന്നു. ഞാൻ കാലിന് ശസ്ത്രക്രിയ കഴിഞ്ഞതിനാൽ വീടിന് മുകളിലാണ് കിടന്നിരുന്നത്. നേരത്തെ അവർ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞ ചില ഭാഗങ്ങൾ അവർ പറയുകയാണ്, ഗ്രൂപ്പ് തിരിഞ്ഞുകൊണ്ട് ഒരു വിഭാഗം കവർച്ചക്ക് കൊള്ളയടിക്കാൻ, ഒരു വിഭാഗം പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യാം, ഒരു വിഭാഗം അവിടെയുള്ളതായ സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോകാൻ. ഇതെല്ലാം വെൽ പ്ലാൻഡ്, വളരെ പ്ലാനോടുകൂടിയാണ് അവർ അവിടെ എത്തിയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ പറയാ തുടർന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പോലീസുകാരെത്തി ഇനിയും ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളാരും ഇങ്ങനെയൊക്കെ ആയിട്ട് ചത്തില്ലേ എന്നാണ് അവർ തിരിച്ചു ചോദിച്ചതെന്നും സക്കിയ ജഫരി പറഞ്ഞു. ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവം ഇത്രയും വലിയൊരു സദസ്സിന്റെ മുമ്പിൽ അവിടെ ഈ സക്കിയ ജഫരി എന്ന് പറയുന്ന മുൻ MP-യുടെ ഭാര്യ, വിധവ, 80 വയസ്സെങ്കിൽ പിന്നിട്ട് സ്ത്രീ പറഞ്ഞപ്പോൾ മാതൃഭൂമിയെപ്പോലുള്ള പത്രങ്ങൾക്ക് ഒരു വരി അത് സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യേണ്ടതായ പത്രധർമ്മം അനുസരിച്ചുള്ള മര്യാദയില്ലേ എന്ന് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്.